കാടിന് ഞാൻ എന്തു പേരിടും, കാടിന് ഞാൻ എൻ്റെ പേരിടും. പേരുകൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും, പേരുകളല്ലയോ സർവചരാചരം. പേരുകൾക്കുള്ളിൽ പെരുമാളിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഇന്ന് നമ്മുടെ പടിഞ്ഞാറേക്കല്ലടയിലാണേ. അപ്പോൾ നമ്മുടെ പടിഞ്ഞാറേക്കല്ലടയിൽ നമ്മുടെ ഡി വിനയേന്ദ്രൻ സാറിൻ്റെ ആ ഒരു വിനയ ചന്ദ്രികയിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പം നമ്മുടെ ആധുനിക കവിയും അതേ കണക്ക് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ ആശാൻ സ്മാരക അവാർഡും ഒക്കെ വാങ്ങിച്ച നമ്മുടെ കല്ലടയുടെ അഭിമാനമായിട്ട് നമുക്ക് കല്ലടക്കാർക്കൊക്കെ പറയാൻ പറ്റുന്ന ഒരു കവിയാണ് നമ്മുടെ ഡി വിനയേന്ദ്രൻ സാറ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയ ചന്ദ്രികയിലാണ് ഞാൻ ഇന്നുള്ളത്. അപ്പം നമുക്കിന്ന് ആ ഒരു വിനയ ചന്ദ്രികയുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. നമസ്കാരം സാറേ. നമസ്കാരം. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് നമ്മുടെ സ്മാരകത്തിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് നമ്മുടെ കല്ലടയിലെ ആ ഒരു സാംസ്കാരിക പ്രവർത്തകനായിരിക്കുന്ന നമ്മുടെ കല്ലട വി ജോസാറിനെയും അതുപോലെ തന്നെ നമ്മുടെ ഡി വിനയേന്ദ്ര സാറിൻ്റെ സഹോദരനായിരിക്കുന്ന നമ്മുടെ വേണുഗോപാലൻ സാറും നമ്മളോട് കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു വിനയ ചന്ദ്രികയുടെ ആ ഒരു വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമൊക്കെ ഇപ്പം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിരുന്ന ഡി വിനയേന്ദ്രൻ സാറിൻ്റെ ഓർമ്മദിനമാണ് ഫെബ്രുവരി 11. ഈ വരുന്ന ബുധനാഴ്ചയാണ് 11. അതിൻ്റെ സ്മൃതി ദിനത്തിലെ പരിപാടികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട ശ്രീ വേണുവണ്ണൻ വേണുചേട്ടൻ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ഇതിന് തൊട്ട് സമയത്ത് ഈ വളപ്പിലാണ് വിനയേന്ദ്രൻ സാറ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാളത്തിലെ സാധാരണ കവിതകളുടെ മലയാളത്തിൻ്റെ ഒരു നടപ്പ് ശീലങ്ങളിൽ നിന്ന് വേറിട്ട് സഞ്ചരിക്കുകയും ആധുനിക മലയാള കവിതയിൽ സ്വന്തമായൊരിടം നേടിയെടുക്കുകയും ചെയ്ത അപൂർവം ചില കവികളിൽ ഒരാളാണ് ഡി വിനയചന്ദ്രൻ. 1946 അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ തലേ വർഷം ജനിച്ച് പടിഞ്ഞാറേക്കല്ലടയിൽ വളർന്ന് യൂണിവേഴ്സിറ്റി കോളേജിലും സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലും ഒക്കെ അധ്യാപകനായി നിരവധി കവിതകൾ മലയാളത്തിന് സമ്മാനിച്ച് 2013 ഫെബ്രുവരി മാസം 11 യാത്രയായ വിനയേന്ദ്ര സാർ അന്ത്യവിശ്രമം കൊള്ളുന്ന വളപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്മാരകം നിലനിർത്താൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ താൽക്കാലികമായ ഒരു സ്മാരക മന്ദിരം, ഒരു വീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭൗതിക വസ്തുക്കളും, പുസ്തകങ്ങളും മറ്റെല്ലാ ഭൗതിക വസ്തുക്കളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ പല ആൾക്കാരും ഇത് കാണാൻ വരുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അങ്ങനെ ഒരു ഇത് ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിനുണ്ട്. സമാധി സ്ഥലത്തിന് തൊട്ടടുത്താണ്. അവിടെയും ആൾക്കാർ പുഷ്പാർച്ചന നടത്താറുണ്ട്. ഭേദപ്പെട്ട രീതിയിൽ കാര്യങ്ങളെല്ലാം നടന്നു വരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലും MG യൂണിവേഴ്സിറ്റിയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലും അധ്യാപകനായിരുന്ന ഡി വിനയേന്ദ്രൻ സാറിന് നിരവധി ശിഷ്യ സമ്പത്തുണ്ട്, പ്രത്യേകിച്ച് കവികൾ. ഒരുപാട് പേരെ വിനയേന്ദ്രൻ സാർ മലയാളത്തിന് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പിന്മുറക്കാരായി നിരവധി പേരെ സൃഷ്ടിക്കുവാനായി അദ്ദേഹത്തിന് കഴിഞ്ഞു. എഴുത്തുകാരെ പുതിയ ദിശാബോധം എഴുത്തിൽ നൽകിക്കൊണ്ട് പുതിയൊരു തലമുറയെ എഴുത്തുകാരെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം 18 കവിതകളാണ്. തൃശ്ശൂർ രസന പബ്ലിക്കേഷൻസാണ് 1981 തോന്നുന്നു അത് പുറത്തിറക്കിയത്. അതിലെ ആദ്യത്തെ കവിത യാത്രാമൊഴി. പുലരുവാൻ 7:30 രാവേ ഉള്ളൂ, പൂങ്കോഴി കൂവി കരഞ്ഞേ ഉള്ളൂ എന്ന് തുടങ്ങുന്ന ആ യാത്രാമൊഴി ഡി വിനയേന്ദ്രൻ സാറിൻ്റെ യാത്രാപ്പാട്ടിൻ്റെ സ്വാധീനത്തിൽ എഴുതിയതാണെന്ന് ആദ്യത്തെ എഡിഷനിൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള നാം അറിയുന്ന നിരവധി കവികൾക്ക് ദിശാബോധം നൽകുകയും വഴികാട്ടുകയും ചെയ്ത വലിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായിരുന്നു വിനയേന്ദ്ര സാർ. സാഹിത്യ അക്കാദമി അവാർഡ്, ചെങ്ങമ്പുഴ അവാർഡ്, അതുപോലെ തന്നെ ആശാൻ പ്രൈസ്, പന്തളം കേരളവർമ്മ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. വിനയേന്ദ്ര സാറിൻ്റെ ഓർമ്മദിനത്തിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു കവിതയാണ് വിനയപുരുഷൻ. ഇന്നലെ രാത്രി ഉറക്കത്തിലൊരു സ്വപ്നം കടപുഴക്കി എറിഞ്ഞ് എത്തിച്ചത് കടപുഴയിൽ. അവിടെ വഴി വീട്ടിലേക്കുള്ളതും തെറ്റി ഒരാൾ 5 അടി 8 ഇഞ്ച് നീളത്തിൻ്റെ ഉരുളയ്ക്ക് വണ്ണത്തിൻ്റെ ഉപ്പേരി. വർണ്ണമോ ആഫ്രിക്കൻ നാടോടി കഥ. നാടോടുമ്പോൾ എതിരെ നടന്നൊരാൾ. പേരിൽ തന്നെ കലയുണ്ട്.
ചന്ദ്രക്കല, ശിരസിൽ അത് ചൂടിയിട്ടുണ്ട്. പൊന്നരിവാൾ അമ്പിളി. ഉച്ചിയിൽ നിന്നൊരു ചെങ്ങമ്പുഴ ഒഴുകുന്നു. തിരുനെറ്റിയിൽ ഇളങ്കോവടികളിൽ നിന്നൂറിയ കണ്ണമ്മയൊരു ശുദ്ധജല തടാകമായി ധ്യാനത്തിൽ. ഇടത്തെ പുരികത്തിൽ ഒരു ഇരയിമ്മൻ പാടുന്നു. വലത്തെ പുരികത്തിൽ ഉണ്ണായി ആടുന്നു. ഇടംകണ്ണിൽ വിഭക്തി പട്ടേരിയായി തുളുമ്പുന്നു. വലങ്കണ്ണിൽ ഭക്തി പൂന്താനമായി ഉറയുന്നു. ഇടത് കർണത്തിൽ അർണോസ് പാന, വലത് കർണത്തിൽ പ്രാസ പോർവിളി തമ്പ്രാക്കൾ. തിലപുഷ്പമൂക്കിലായി തോലൻ, മീശയിൽ ആശാൻ, മേൽച്ചുണ്ടിൽ ഉള്ളൂർ, കീഴ്ച്ചുണ്ടിലുള്ളത് വള്ളത്തോൾ. ഇടംതോളിൽ ഇടപ്പള്ളി, വലംതോടിൽ വൈലോപ്പള്ളി. കഴുത്തിൽ അയ്യപ്പനെയും ജോണിനെയും തീണ്ടിയ പാമ്പ്. നെഞ്ചിനുള്ളിൽ വാത്മീകിയും വ്യാസനും ഭാസനും കാളിദാസനും കണ്ണശൻ തെറിയത നിരൂതയും പറയപ്പെട്ട വന്നിരുവരും ലാറ്റിൻ അമേരിക്കൻ വായില്ലാക്കുന്നിലപ്പനും. അരമണികൾ അനേകം, അതിലൊന്ന് വെൺമണി, വേറൊന്ന് വെണ്ണിക്കുളം, മറ്റൊന്ന് പറയുന്നത് ഇന്നു ഞാൻ നാളെ നീ. ഇടതുകാലിൽ രാമപുരം തള, വലതുകാലിൽ നിരണം വക. ഇടംകൈയിൽ കിള്ളിക്കുരിശിയിലെ പള്ളിവാൾ, വലങ്കൈയിൽ തൃക്കണ്ടിയൂർ കിളി. സകല സുഖകുല വിമലയും കൂന്തച്ചേച്ചിയും പൊടിച്ചിയും റാണിയും നാണിയും ഹൃദയത്തിന്റെ കോണിലൊരു പാടാത്ത പൈങ്കിളിയും കൊച്ചമ്മണി. വിരലുകൾ നാലിൽ നാലപ്പാടൻ, കുഞ്ഞി വിരലിൽ കുഞ്ഞിക്കുട്ടൻ. ഇടനെഞ്ചിൽ ഇടശ്ശേരി, വലനെഞ്ചിൽ കാക്കശ്ശേരി, നടുക്കുള്ളത് ചെറുശ്ശേരി. മാളോരെ വരിക, കാണുക ഈ കാൽച്ചുവട്ടിലെ കാൽപ്പാടുകളിൽ സമസ്ത കേരളവും സമസ്ത ലോകവും. പുഴയുടെ ജാതകം വരമായി ലഭിച്ചവൻ മുങ്ങി നിവർന്നത് കല്ലടയാറ്റിൽ. കൊട്ടാരത്തിൽ ജനിച്ച് പ്രായമഹാമായ മരിച്ച് ഗൗതമനായ അലഞ്ഞ് ഉപരികുന്നിലെ കാഞ്ഞിരച്ചോട്ടിൽ ബോധോദയം. സഞ്ചാരങ്ങളുടെ ധർമ്മപഥം, ചൊൽക്കാഴ്ചകളുടെ ത്രിപീഡിക. അധ്യാപനത്തിൽ സിദ്ധാർത്ഥൻ, പ്രഭാഷണങ്ങളിൽ ബോധിസത്വൻ, എഴുത്തിൽ 1000 തഥാഗതൻ. ആവണീപുരം എന്ന കപിലവസ്തു, അനന്തപുരി എന്ന ശ്രാവസ്തി, അതിരുമ്പുഴ എന്ന കുശിനഗരം. ഒടുവിൽ സരസ്വതീ കൃപയിൽ നിർവ്വാണം, നവോദയായിൽ നമോഭാഗം, അശോകമരച്ചുവട്ടിൽ വിനയ വിരാമം അവിരാമം. കടവിളക്കടവല കായിക്കരയാവുന്നു, കടവിനപ്പുറം കടലും നിരമ്പുന്നു. കടലിലൊരു കടലിളകി മറയുന്നു താറുകൾ കാമുകർ, സന്ധികൾ കാറ്റുകൾ തോണികൾ. വിധിയുടെ അലംഘ്യമം ചക്രത്തിൽ ഒരുങ്ങുന്നു, സ്വപ്നം മുറയുന്നു, നിദ്ര വിട്ടുണരുന്നു. അറിയാതെ പറയുന്നു നമസ്കാരം, നമസ്കാരമേ നമസ്കാരം.